ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ് ആൻഡ് ബേസസ് എന്ന ഭാഗമാണ് നോക്കാം. ആദ്യം തന്നെ ഒരു ജിനു എന്ന കുട്ടിയുടെ ഡയറിയാണ്. നമുക്ക് ഡയറി വായിക്കാം. ഓക്കെ. Our science teacher usually come to the class with some science experiment that kindled the curiosity of the children. Today the teachers had brought 2 transparent glass tumblers. One of them contained a pink liquid, then second tumbler was empty. The teacher placed the both tumbler on the table. She asked me to pour the pink liquid from the first tumbler into the empty glass tumbler. I did the same, and then something amazing happened. The pink liquid that was poured into the second tumbler turned yellow. We were thrilled by this magic. എന്താ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ 2 ടംബ്ലർ കൊണ്ടുവന്നു. ഒരു ടംബ്ലർ എംറ്റി ആയിരുന്നു, മറ്റേതിൽ പിങ്ക് കളർ വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ജിനുവിനോട് പറഞ്ഞു, എംറ്റി ഉള്ള ക്ലാസ്സിലേക്ക് ഈ ലിക്വിഡ് പിങ്ക് കളർ വാട്ടർ ഒഴിക്കാൻ. അപ്പോൾ ജിനു അത് ചെയ്തു. പക്ഷേ അത് ഒഴിച്ചപ്പോൾ ആ ക്ലാസ്സിലെ വെള്ളം എന്ത് കളറായി? യെല്ലോ കളറായി. അപ്പം രണ്ടാമത്തെ ടെമ്പറിലേക്ക് പകർത്തിയ ആ പിങ്ക് ദ്രാവകം മഞ്ഞ നിറത്തിലായി മാറി. നല്ലൊരു മേജിക് കണ്ട ത്രില്ലിലായിരുന്നു അവർ. അപ്പം ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. Haven't you read Jinu's diary entry? What could be the secret behind the experiment conducted by the teachers in Jinu's class? അപ്പം എങ്ങനെയാണ് ജിനുവിൻ്റെ ഡയറി കുറിപ്പ് വായിച്ചില്ല നമ്മൾ. ജിനുവിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിൻ്റെ രഹസ്യം എന്തായിരിക്കാം എന്ന് കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ. അതിനൊരു സയൻസ് കിറ്റ് ആവശ്യമാണ്. എന്തൊക്കെ സയൻസ് കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ നിന്ന് നോക്കാം. യു ക്യാൻ കളക്ട് മെനി മെറ്റീരിയൽ ദാറ്റ് ആർ റിക്വയർഡ് ടു കണ്ടക്ട് ദ സയൻസ് എക്സ്പെരിമെൻറ്റ് ഫ്രം യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. സിൻസ് കിറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സച്ച് മെറ്റീരിയൽ ടു ബി കെപ്റ്റ് ഇൻ ദ സയൻസ് കിറ്റ് ടു കണ്ടക്ട് ദ എക്സ്പെരിമെൻറ്റ് ഇൻ ദിസ് യൂണിറ്റ് ആർ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ടംബ്ലർ, pink colored water obtained by water boiled with പതിമുഖം, vinegar, turmeric, water, lemon juice, salt, ash, lime, baking soda and buttermilk. You can expand your kit by adding more material required to conduct an experiment in each unit. എന്താ പറയേണ്ടത്? ഈ എക്സ്പെരിമെൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? പതിമുഖം ഇട്ട് തിളപ്പിച്ച വെള്ളം വേണം. പിന്നെ എന്താണ്? വിനീഗർ, ടെർമൻ്റ് വാട്ടർ, ലെമൺ ജ്യൂസ്, സാൾട്ട്, ആഷ് എന്ന് പറഞ്ഞാൽ ചാരം കലക്കിയ വെള്ളം, ലൈമ്, ബേക്കിംഗ് സോഡ, ബട്ടർ മിൽക്ക്, മോര് എന്നിവയൊക്കെ വേണം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷണം നടത്താൻ പോകുന്നത്. ഓക്കെ. ടേക്ക് ഔട്ട് ദ ഗ്ലാസ് ടംബ്ലർ വിത്ത് യുവർ സയൻസ് കിറ്റ് ഇൻ അറേഞ്ച് ഓൺ ദ ഡെസ്ക്. ആഡ് 2 or more drops of vinegar, ടെർമൻ്റ് വാട്ടർ, ലെമൺ ജ്യൂസ്, സാൾട്ട് സൊല്യൂഷൻ ആസ് സസ്പെൻഷൻ and baking soda solution into the separate tumbler. Pour half a glass of padimugam water into each tumbler. Does the water in any of the tumbler turn yellow? What is your observation? Record in your science diary. അപ്പോൾ അവർ എന്ത് ചെയ്തു? അതൊക്കെ ഡെസ്കിൽ നിരത്തി ഓരോ ക്ലാസ്സിലും എന്താണ്? വിനാഗിരി, പുളിവെള്ളം, ഉപ്പ് ലായനി, ചാരം കലക്കിയ വെള്ളം, നാരങ്ങാനീര്, അപ്പക്കാര ലായനി എന്നിവ പ്രത്യേകം ക്ലാസ്സുകളിൽ 2-3 തുള്ളി വീതം ചേർത്തു. എന്നിട്ട് ഓരോന്നിലേക്കും അര ഗ്ലാസ് വീതം എന്തൊഴിച്ചു? പതിമുഖം വെള്ളം ഒഴിക്കും. ഏതെങ്കിലും ടംബ്ലറിലെ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചോ? നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പം ഏതൊക്കെ വെള്ളത്തിൽ മഞ്ഞ നിറം ലഭിക്കുക? ആ ഗ്ലാസ് ഓഫ് വിനീഗർ, ടെർമറിൻ്റെ വാട്ടർ, ലെമൺ ജ്യൂസ് ആൻഡ് ചേഞ്ച് ഇൻ ടു യെല്ലോ കളർ അല്ലേ? ഓക്കെ. ഇനി Now you know what the pink liquid mentioned in Jinu's diary's പതിമുഖം water. Okay. ഇനി അടുത്തത്. Now in the experiment mentioned the Jinu's diary, the teachers must have added something into second tumbler. Which among the following did the teachers add? Turn the pink liquid into yellow. Put a tick mark, appropriate box based on the experiment you have done. As suspension, lemon juice, salt solution, vinegar, turmeric water, baking soda solution. അപ്പോൾ ഏതൊക്കെയാണ്? ലെമൺ ജ്യൂസും വിനീഗർ, ടെമറിൻ്റെ വാട്ടറും. ഓക്കെ. ഇനി നെക്സ്റ്റ് പേജ് നോക്കാം.
നോക്കാം. ഡു യു ദ സബ്സ്റ്റാൻസസ് ദാറ്റ് ടേൺഡ് പതിമുഖം വാട്ടർ ഇൻ ടു യെല്ലോ ഹാവ് എനിത്തിങ് കോമൺ ദർ ടേസ്റ്റ്? എന്താ ചോദിക്കണത്? പതിമുഖം വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥത്തിന് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവം ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ഉണ്ട്, പൊതുവെ ഒരു സ്വഭാവമുണ്ട്. എന്താണ്? പുളിവെള്ളമാണ് ആയിരിക്കും അത്. ഓക്കെ. ദേ ഓൾ ഹാവ് എ സോർ ടേസ്റ്റ്. ദ സോർ ടേസ്റ്റ് ഈസ് ഡ്യൂ ടു ദ presence of some acid in them. Let us do some more experiment to know the appropriates of acids, the properties of acid. Placed in one glass tumblers on the desk. Fill a portion of each glass with different liquid from the list given below. നോക്കാം. അവയെല്ലാം പുളിരുചിയുള്ളവയായിരിക്കും. അപ്പോൾ ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ് അവയ്ക്ക് പുളിരുചി ഉണ്ടായതെന്നാണ്. അപ്പോൾ ആസിഡുകളുടെ പ്രത്യേകതകൾ അറിയാൻ ചില പരീക്ഷണങ്ങൾ കൂടി നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഗ്ലാസ് ടംബറുകൾ ഡെസ്കിൽ നിരത്തി വയ്ക്കുക. ഒരു ഗ്ലാസ് ടംബറിൽ ദ്രാവകം എന്ന ക്രമത്തിൽ താഴെ പറയുന്ന ഈ ഗ്ലാസ് ടംബറുകൾ ഇങ്ങനെ നിരത്തി വയ്ക്കാം. അവിടെ ചിത്രത്തിൽ കണ്ടില്ലേ? എന്നിട്ട് താഴെ പറയുന്ന ലിക്വിഡ് മൊത്തം നമുക്ക് അതിലേക്ക് ഓരോ ഡ്രോപ്സ് ആയിട്ട് ഒഴിക്കാനാണ് പറയണത്. ക്ലാസ്സിൻ്റെ പകുതി ഭാഗം വരെ, ഒരു ഡ്രോപ്സ് അല്ല, പകുതി വരെ ക്രമത്തിൽ താഴെ പറയുന്നത് ക്ലാസ്സിൻ്റെ പകുതി ഭാഗം വരെ ഒഴിക്കാനാണ് പറഞ്ഞത്. ഡ്രോപ്സ് അല്ല കേട്ടോ. ഓക്കെ. സോപ്പ് വാട്ടർ, ലെമൺ ജ്യൂസ്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലെമൺ വാട്ടർ, പിന്നെ വിനീഗർ, ബട്ടർ മിൽക്ക്, ടർമറിൻ വാട്ടർ, ക്ലിയർ ആഷ് സസ്പെൻഷൻ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്തും കൂടി വേണം? നമുക്ക് ലിറ്റ്മസ് പേപ്പറും കൂടി വേണം. ഓക്കെ. ലിറ്റ്മസ് പേപ്പറിൻ്റെ സഹായം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ലിറ്റ്മസ് പേപ്പർ നോക്കാം. ലിറ്റ്മസ് ഈസ് ദ ഡൈ മെയ്ഡ് ഫ്രം ദ എക്സ്ട്രാക്ട് ഓഫ് ലൈക്കൺസ് which grow on trees, track, etc. It helps to identify the nature of substances by changing their color. The extract of lichens is applied on the proper litmus paper and dissolved in water to make litmus solution. Litmus paper and litmus solution of blue and red color are available in school ലബോറട്ടറീസ്. ഓക്കെ. എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മരങ്ങളും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സസ്യത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു ചായമാണ് ലിറ്റ്മസ്. ഇത് നിറം മാറ്റി വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പർ വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനി ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ടേക്ക് എ ബ്ലൂ റെഡ് ലിറ്റ്മസ് പേപ്പർ ആൻഡ് ദ സ്കൂൾ ലബോറട്ടറി. Dip blue and red litmus paper in these liquid. Tabulate the observation in the science diary. എന്താ പറഞ്ഞതെന്നറിയോ? സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് നീലയും ചുവപ്പും ലിറ്റ്മസ് പേപ്പർ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ദ്രാവകങ്ങളിൽ ഈ മേലെ കൊടുത്ത ഈ ദ്രാവകങ്ങളിൽ മുക്കി നോക്കൂ. നിങ്ങളുടെ നിരീക്ഷണം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പം ടീച്ചർ അത് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. നോക്കൂ. വിനീഗറിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ റെഡ് കളറായി. റെഡ് ലിറ്റ്മസിന് ഒരു മാറ്റം സംഭവിച്ചില്ല. പിന്നെ ലെമൺ ജ്യൂസിൽ ബ്ലൂ ലിറ്റ്മസ് ഇട്ടപ്പം അതിന് റെഡ് കളർ വന്നു. റെഡ് കളറിന് ഒരു മാറ്റം സംഭവിച്ചില്ല. പിന്നെ ക്ലിയർ ലെമൺ വാട്ടറിൽ ഒരു മാറ്റം സംഭവിച്ചില്ല. പക്ഷേ റെഡ് ലിറ്റ്മസ് എന്തായി? ബ്ലൂ ആയി. സോപ്പ് വാട്ടറിലും അതേമാതിരി ബ്ലൂ ലിറ്റ്മസിന് ഒരു മാറ്റം സംഭവിച്ചില്ല. പക്ഷേ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയി. ബേക്കിംഗ് സോഡ സൊല്യൂഷനിൽ നോ ചേഞ്ചസ്. പക്ഷേ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയി. ബട്ടർ മിൽക്കിൽ ബ്ലൂ ലിറ്റ്മസ് റെഡായി. റെഡ് ലിറ്റ്മസ് നോ ചേഞ്ചസ്. ഓക്കെ. ടെമറിൻഡ് വാട്ടറിൽ ബ്ലൂ ലിറ്റ്മസ് റെഡായി. റെഡ് ലിറ്റ്മസിന് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ആഡ് സസ്പെൻഷനിലും അതേമാതിരി നോ ചേഞ്ചസ്. ബ്ലൂ ലിറ്റ്മസിന് റെഡ് ലിറ്റ്മസിന് ബ്ലൂ കളറായി. ഓക്കെ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് വിച്ച് ലിക്വിഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു
റെഡ്. എന്താണ്? ഏതെല്ലാം ദ്രാവകമാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? ഏതൊക്കെയാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയ ദ്രാവകങ്ങൾ? ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്, ടെമറിൻഡ് വാട്ടർ, വിനീഗർ അല്ലേ? അതിനൊക്കെ എന്ത് ടേസ്റ്റാണ്? പുളിരുചിയാണ് അല്ലേ? പുളിരുചിയുള്ളതൊക്കെ എന്താണ്? ആസിഡാണ്. ഓക്കെ, പുളിരുചിയുള്ള എല്ലാ പദാർത്ഥങ്ങളും ആസിഡ് ഉണ്ടാവും, അടങ്ങിയിരിക്കും, കണ്ടൻറ്റ് അടങ്ങിയിരിക്കും. ഓക്കെ, വിച്ച് ലിക്വിഡ് ടേൺഡ് റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ? എന്താണ്? ഏതെല്ലാം ദ്രാവകമാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയത്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയ ഏതൊക്കെ ദ്രാവകമാണ്? ലൈം വാട്ടർ, പിന്നെന്താ, ആഷ് സസ്പെൻഷൻ, സോപ്പ് വാട്ടർ, ബേക്കിംഗ് സോഡ. ഓക്കെ, അതെന്താണ്? ബേസാണ്. ഓക്കെ, ഇനി ആസിഡ് ആൻഡ് ബേസസ് എന്താണെന്ന് നോക്കാം. ആസിഡ് ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് റിട്ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻറ്റു റെഡ്. സബ്സ്റ്റാൻസസ് ദാറ്റ് റിട്ടേൺ റെഡ് ലിറ്റ്മസ് ഇൻറ്റു ബ്ലൂ ആർ ബേസ്. ഓക്കെ, എന്താണ് പറയണത്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലാസിഫൈ ദ ലിക്വിഡ് യു ഹാവ് എക്സ്പെരിമെൻറ്റഡ് into acid and bases, record it in your science diary. ഓക്കെ, എന്താ പറയുന്നത്? നിങ്ങൾ പരീക്ഷിച്ച ദ്രാവകങ്ങളുടെ ആസിഡുകളും ബേസുകളും എങ്ങനെ തരംതിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.